രാപ്പകലില്ലാതെ ഉറക്കം പൊഴിച്ച് പഠിച്ച് തന്റെ ഡോക്ടറാവാനുള്ള ലക്ഷ്യത്തിലേക്ക് കഠിനമായി പ്രയത്നിച്ചുകൊണ്ടിരുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ തലയിലേക്ക് ഇടുത്തി വീണതുപോലെയാണ് ആ പത്രവാർത്ത പൊട്ടിപ്പുറപ്പെട്ടത്. നീറ്റ് UG എക്സാമിന്റെ ചോദ്യപേപ്പറിൽ ക്രമക്കേടുകൾ ചോദ്യപേപ്പർ ചോർച്ചയും ഉണ്ടായിരുന്നു. രാജ്യതലസ്ഥാനമായ ജന്തർ മന്ദറിൽ നിന്നും ഇന്ന് ഉയർന്നു കേൾക്കുന്നത് വെറും ഒരു പ്രതിഷേധം മാത്രമല്ല, അനീതിക്കായി ഒരു തലമുറ നിലവിളി കൂട്ടുന്ന ശബ്ദമാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ജന്തർ മന്ദറിൽ യാഥാർത്ഥ്യത്തിൽ നടക്കുന്നത്? എന്തിനു വേണ്ടിയാണ് അവിടെ പ്രൊട്ടസ്റ്റ് നടക്കുന്നത്? എവിടെ വെച്ചാണ് ഇതിന്റെയൊക്കെ തുടക്കം? നമുക്ക് പരിശോധിക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന അതേ ദിവസം തന്നെ, അതായത് നിശ്ചയിച്ചു വെച്ചതിലും നേരത്തെ തന്നെ നീറ്റ് എക്സാമിന്റെ റിസൾട്ട് വന്നതോടുകൂടിയാണ് സംശയങ്ങൾ ആദ്യം മുതലെടുക്കുന്നത്. നീറ്റ് എക്സാമിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധം ഏകദേശം 67 പേർക്കാണ് ഈ പരീക്ഷയിൽ മുഴുവൻ മാർക്ക് ലഭിച്ചത്. അതായത് 320-ൽ 320 മാർക്ക് ലഭിച്ചത്. അതുപോലെ തന്നെ ഒരേ പരീക്ഷാ കേന്ദ്രത്തിൽ നിന്നും പരീക്ഷ എഴുതിയ 6 പേർക്ക് ഈ എക്സാമിൽ 1ാം റാങ്ക് ലഭിച്ചു എന്നുള്ളതും ഈ പ്രശ്നത്തിന്റെ വ്യാപ്തി കൂട്ടി. അതുകൂടാതെ ഗ്രേസ് മാർക്ക് നൽകിയതിലെ അപാകതകളും 718, 719 എന്ന് തുടങ്ങിയിട്ടുള്ള അപാകതകൾ നിറഞ്ഞ മാർക്ക് ലഭിച്ചതും ഇത്തരം വലിയ മാർക്കുകളുടെ വിദ്യാർത്ഥികൾ വന്നതുമെല്ലാം ഈ പ്രശ്നത്തിന്റെ വ്യാപ്തി വലുതാക്കിക്കൊണ്ടേയിരുന്നു. ബീഹാർ, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും ഈ എക്സാമിന്റെ ചോദ്യപേപ്പറുകൾ ഏജന്റുമാർ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വിദ്യാർത്ഥികളുടെ പറിച്ചു വിറ്റു എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ വന്നു. ബീഹാർ പോലീസ് അന്വേഷണം ഏറ്റെടുക്കുകയും ഇതിനെപ്പറ്റി നടത്തിയ വലിയ പഠനത്തിൽ ഇത് ശരിക്കും നടന്നതാണെന്നും ചോദ്യപേപ്പറിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും അതേ തുടർന്ന് നിരവധി പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായി കേസ് CBI ഏറ്റെടുക്കുകയും ചെയ്തു. പരീക്ഷ വീണ്ടും നടത്തണമെന്നും, അതായത് റീനീറ്റ് നടത്തണമെന്നും NTA റദ്ദാക്കണമെന്നും, അതായത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ റദ്ദാക്കി കളയണമെന്നും എന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അതേപോലെ എഡ്യൂക്കേഷണൽ ഏജൻസീസും കൂടെ ജന്തർ മന്ദറിലേക്ക് വ്യാപകമായി ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. തെരുവുകളിൽ ചോരയും കണ്ണീരും ചിന്തിയുള്ള വിദ്യാർത്ഥികളുടെ സമരം ഭരണകൂടത്തിന്റെ നീതിന്യായ വ്യവസ്ഥയുടെയും കണ്ണു തുറപ്പിച്ചു. NTA വളരെ ക്രൂര വിമർശനങ്ങൾക്ക് വിധേയരാവേണ്ടി വന്നു. കേസ് പിന്നീട് സുപ്രീം കോടതിയിലേക്ക് എത്തുകയും സർക്കാരിനും NTA-ക്കും വളരെ ക്രൂരമായ വിമർശനങ്ങൾ നേരിടേണ്ടി വരികയാണ്. വർഷങ്ങളുടെ അധ്വാനവും പഠനവുമെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കുന്ന ഇത്തരം പ്രവണതകൾ എന്നേ നിലച്ചു പോവേണ്ടതായിരുന്നു. പക്ഷേ ഭരിക്കുന്നവരുടെയോ അതോ ഭരിക്കപ്പെടുന്നവരുടെയോ കെടുതികൾ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇന്നും നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് വളരെ സങ്കടകരവും ലജ്ജാകരവുമായ കാര്യമാണ്. ഇത്തരം ചോദ്യപേപ്പർ ചോർച്ചകൾ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ജീവിതമാണ് നശിപ്പിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, എന്തുമാത്രം പ്രതീക്ഷകളോടെയാണ് ഈ വിദ്യാർത്ഥികൾ എക്സാം എഴുതാൻ വന്നിട്ടുണ്ടാവുക. അതായത് നീറ്റ് പോലെയുള്ള ഇത്രയും കടുകട്ടിയുള്ള എക്സാം നമ്മൾ പരീക്ഷാ ഹാളിൽ കയറുന്ന സമയത്ത് അടിമുടി പരിശോധന മാത്രമല്ല, വസ്ത്രങ്ങൾ ഊരി നമ്മുടെ രഹസ്യ ഭാഗങ്ങൾ വരെ പരിശോധിക്കുന്ന ഇത്തരമൊരു എക്സാമിന്റെ ചോദ്യപേപ്പർ ചോർന്നത് വളരെ രാഘവത്തോടുകൂടി ചില മനുഷ്യർ നോക്കിക്കാണുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ മക്കൾക്കാണ് ഈ ഒരു അവസ്ഥ വന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം ന്യായീകരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ സാധിക്കുന്നു. ഇനി ഒരു വിദ്യാർത്ഥിക്കും നമ്മുടെ രാജ്യത്തിലേക്ക് എന്നുള്ളത് മാത്രമല്ല, ഒരു രാജ്യത്തിലെ ഒരു വിദ്യാർത്ഥിക്കും ഇത്തരം ഒരു ദുരവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഏറ്റവും സുതാര്യമായ രീതിയിൽ ഈ പരീക്ഷ നടപ്പിലാക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ്. വിദ്യാഭ്യാസമില്ലാത്ത, ഈ ജോലി നേടാൻ യോഗ്യതയില്ലാത്ത, ഈ എക്സാം പാസ്സാവാൻ അർഹതയില്ലാത്ത എത്രയോ വേട്ടാവളയന്മാർ ഈ പരീക്ഷ പാസ്സായിട്ടുണ്ടാവും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, അവർ ഏതെങ്കിലും തരത്തിൽ ഈ എക്സാം എഴുതാനുള്ള യോഗ്യതകൾ നേടിയെടുത്തിട്ടുണ്ടാവാം. പക്ഷെ അതിൽ പാസ്സാവാനുള്ള യാതൊരു അർഹതയും തനിക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴായിരിക്കാം ഈ ചോദ്യപേപ്പർ ഇത്തരത്തിൽ അടിച്ചു മാറ്റാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ കൊടുത്തിട്ടാണെങ്കിലും മെറിറ്റിൽ സീറ്റ് വാങ്ങി MBBS നേടിയെടുത്ത് ഡോക്ടറാവാം, കള്ള ഡോക്ടറാവാം, വ്യാജ ഡോക്ടറാവാം, നിറികെട്ട നാണം കെട്ട നാറിയ ഡോക്ടറാവാം എന്ന് ചിന്തിച്ചിട്ടുണ്ടാവുക. ഈ വിഷയത്തിൽ മനം തൊന്ന് എത്ര വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നാളെയുടെ വാഗ്ദാനങ്ങളാവേണ്ട, നാളെയുടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിൽ സ്ഥാനം നേടേണ്ട, അതല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ രംഗത്ത് വളരെ നൂതനമായ സംവിധാനങ്ങൾ കണ്ടുപിടിക്കേണ്ട, നമുക്ക് സേവനമനുഷ്ഠിക്കേണ്ട എത്രയോ മിടുക്കന്മാരായ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമാണ് മരണപ്പെട്ടത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. തങ്ങൾക്ക് അർഹതപ്പെട്ട സ്ഥാനം ഇതേപോലെയുള്ള കഴുകന്മാർ അടിച്ചു മാറ്റുമ്പോൾ അത് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ തങ്ങൾക്ക് നീതി കിട്ടില്ല എന്ന് ഉറപ്പായ ഒരു തലമുറയിലെ കുറച്ച് വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളോട് ഒരു സമൂഹത്തിൽ ഉണ്ടായിരിക്കേണ്ട കടപ്പാട് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് ചിന്തിച്ചു നോക്കൂ. അവരെ വിമർശിക്കുന്നതിന് പകരം അവർക്ക് സപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ, അവരെ അടിച്ചു താഴ്ത്തുന്നതിന് പകരം നിങ്ങൾ നാളെയുടെ പ്രതീക്ഷയാണ്, വീണ്ടും ഒരു എക്സാം നടത്തി സുതാര്യമായ രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടത് നിങ്ങൾക്ക് തന്നെ ലഭിക്കും എന്ന് അവരെ വിശ്വസിപ്പിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ കുട്ടികൾ എന്ന് ജീവനോടെ ഭൂമിയിൽ ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഇതെല്ലാം ചെയ്യുന്നതിന് പകരം ഈ പ്രൊട്ടസ്റ്റിനെ ഇല്ലായ്മ ചെയ്യാനും സമരം ചെയ്യുന്നവരെ അടിച്ചൊതുക്കാനുമാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഒരിക്കലും നമ്മുടെ രാജ്യത്ത് സുതാര്യമായ രീതിയിലുള്ള പരീക്ഷകളോ
മറ്റുള്ള കാര്യങ്ങളും ഇനി സംഭവിക്കാൻ പോകുന്നില്ല എന്നതുകൂടി ഇത്തരം ഗവൺമെന്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കുക എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. നീറ്റ് എക്സാം വീണ്ടും നടത്തേണ്ടതായിരുന്നു. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. നാളെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.